നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക്. ഇത് നമ്മുടെ കനറ ബാങ്കിൻ്റെ ഒരു ക്രെഡിറ്റ് കാർഡാണ്. ഞാൻ ഇന്ന് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ക്രെഡിറ്റ് കാർഡ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഓഫർ തരുന്നതും ലൈഫ് ടൈം ഫ്രീ ആയതുകൊണ്ട് നമ്മൾ ഈ കാർഡ് എടുത്തിട്ടുണ്ട്. ഇതങ്ങനെ പ്രത്യേകിച്ച് സാലറീഡ് അല്ലാത്ത ആളുകൾക്ക് കനറ ബാങ്ക് അങ്ങനെ കൊടുക്കാറില്ല. കൃത്യമായ സാലറി സ്റ്റേറ്റ്മെൻറ്റും ഇല്ലാത്ത ആളുകൾക്ക് കനറ ബാങ്ക് അങ്ങനെ കൊടുക്കാറില്ല. അത്യാവശ്യം നല്ലൊരു കാർഡാണ്. അത് വിസ ഗോൾഡ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയും. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല. ഞാനിത് എടുത്തിട്ട് കുറച്ചായി. ഞാനിത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഈ കുറേ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കുറേ സംഭവങ്ങൾ നമ്മുടെ ഈ ചാനലിൽ വരും. അപ്പോൾ നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാനിതൊന്ന് പറഞ്ഞു തരാം അതിൻ്റെ തുക എന്തൊക്കെയാണ്. ഇതിൻ്റെ പേര് കാനറ ഗോൾഡ് ക്രെഡിറ്റ് കാർഡ് എന്നാണ്. ഇത് 50 ദിവസം ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഇതിൽ നിന്ന് വരുന്ന ക്യാഷ് പ്രത്യേകിച്ച് ബില്ലിംഗ് സൈക്കിൾ കഴിഞ്ഞിട്ട് ബില്ല് വന്നിട്ട് 20 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ പേയ്മെൻറ്റ് ചെയ്താൽ മതി. പിന്നെ ഇതിന് ഈസിയായി EMI ആയിട്ട് കൺവേർഷൻ ചെയ്യാൻ പറ്റും. ത്രൂ കനറ ആപ്ലിക്കേഷൻ ഉണ്ട്, AI ആൾ ഇൻ വൺ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ അതുവഴി നമുക്കിത് EMI ആയി കൺവേർട്ട് ചെയ്യാൻ കഴിയും. ATM വിഡ്രോവൽ, ക്യാഷ് ATM വിഡ്രോവൽ നമുക്കിതിൽ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ച് നമുക്ക് അത് ചെയ്യാൻ കഴിയും. പിന്നെ POS മെഷീൻ ഔട്ട്ലെറ്റിൽ സ്വൈപ്പ് ചെയ്യാൻ കഴിയും. കൂടാതെ ഓൺലൈനായിട്ടുള്ള ധാരാളം ഡിസ്കൗണ്ട്സ് നമുക്ക് എൻജോയ് ചെയ്യാൻ കഴിയും. ഇതാണ് നമ്മുടെ കാർഡിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല. ഇതാണ് നമ്മുടെ കാർഡ്. ഇത് ലിമിറ്റ് കാണിച്ചിട്ടുണ്ട്. ലിമിറ്റ് 25,000 ഉള്ളൂ. പക്ഷേ കനറയുടെ കാർഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കാര്യമാണ്. കണ്ടോ, ഇത് നമ്മുടെ ബില്ലിംഗ് സൈക്കിൾ ഡീറ്റെയിൽസാണ് ഈ കാണിക്കുന്നത്. പിന്നെ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസാണത്. അതായത് എന്നാണ് നമ്മുടെ ഇത് വരുന്നത്, ബാക്കി എല്ലാ സംഭവങ്ങളും അതായത് കനറയുടെ വിസ ക്രെഡിറ്റ് കാർഡുകൾക്ക് എപ്പോഴും 20th മന്തിലാണ് അതിൻ്റെ ബില്ലിംഗ് ഡേറ്റ് വരുന്നത്. 10th ആണ് നമ്മുടെ പേയ്മെൻറ്റ് ഡേറ്റ്, ലാസ്റ്റ് ഡേറ്റ്. അതുപോലെ തന്നെ മാസ്റ്റർ കാർഡ്, റുപേ, അതായത് വിസ കാർഡിന് മാസ്റ്റർ കാർഡ്, റുപേ കാർഡിൻ്റെ പേയ്മെൻറ്റ് വരുന്നത് 8th ആണ് അടുത്ത മാസത്തിൽ. അതായത് 18th ബില്ല് വരും. പക്ഷെ അടുത്ത മാസം നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഈ കാർഡ്. ഈ കാർഡിൽ കൂടാതെ ഡൊമസ്റ്റിക്കായിട്ട് ഇൻ്റർനാഷണലായിട്ട് അക്സെപ്റ്റൻസ് ഉണ്ട്. കൂടാതെ ഒരു പൈസ പോലും നമ്മൾ ജോയിനിങ് ഫീയോ ആനുവൽ ഫീയോ കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ് ഈ കാർഡിൻ്റെ പ്രത്യേകത. കൂടാതെ റിവാർഡ് പോയിൻറ്റ് നമുക്ക് കനറ ആൾ ഇൻ വൺ ആപ്പ് വെച്ചിട്ട് തന്നെ റിഡീം ചെയ്യാം. പിന്നെ പ്രത്യേകിച്ച് ഇൻഡിപെൻഡൻറ്റ് ഇൻകം വേണം. നമുക്ക് 2 ലക്ഷം ഗ്രോസ് ഇൻകം ഉണ്ടെങ്കിൽ നമുക്കിത് കിട്ടും. പിന്നെ ക്രെഡിറ്റ് ലിമിറ്റ് 25 ലക്ഷം വരെ ഇതിൽ കിട്ടും. ക്യാഷ് വിഡ്രോവൽ 50%. നമുക്കിപ്പോൾ 25 അല്ലെങ്കിൽ 50,000 വരെ ഉണ്ടെങ്കിൽ നമുക്ക് 25% ATM ക്യാഷ് വിഡ്രോവൽ കിട്ടും. പക്ഷേ ക്യാഷ് വലിക്കരുത്. കാരണം 500 രൂപ മിനിമം സർവീസ് ചാർജ് അവർ ഈടാക്കുന്നതാണ്. അപ്പോൾ കൂടാതെ 3% ക്യാഷ് വിഡ്രോവൽ ചാർജസും വരും. ഇൻട്രസ്റ്റ് വരുന്നത് വലിയ രീതിയിലാണ്. മിനിമം ഡ്യൂ പേയ്മെൻറ്റ് ഒരിക്കലും ഒരു ക്രെഡിറ്റ് കാർഡ് ചെയ്യരുത്. അത് വലിയ രീതിയിലുള്ള നിങ്ങളെ കടക്കണിയിലേക്ക് നയിച്ചേക്കാം. അപ്പോൾ ഇതാണ് ഇതിൽ വരുന്നത്. അതായത് നമ്മളിത് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണമെന്ന് ഉള്ള ഡീറ്റെയിൽസാണ് ഈ കാണിക്കുന്നത്. അതായത് കാർഡ് പ്രത്യേകിച്ച് നമ്മുടെ കാനറ ആൾ ഇൻ വൺ ആപ്പ് ഉണ്ട്. നമ്മുടെ അത് ഡൗൺലോഡ് ചെയ്തിട്ട് കാനറ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് അറിയും. അപ്പോൾ അതുവഴി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ നല്ല ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്കിങ്ങിലൊക്കെ നല്ല ഓഫർ വരുന്ന ഒരു കാർഡാണ്. ചില സമയങ്ങളിൽ ആമസോണിൽ ഒരു 10% ഓഫർ വരാറുണ്ട്. പല ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലും പുറമെ ഓഫ്ലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലും ഇത് വരാറുണ്ട്. ഇതാണ് നമ്മുടെ കാർഡിൻ്റെ നമ്പർ ഞാൻ മറച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണിച്ചു തരാം. ആണോ, ഇതാണ് കാർഡ്. നല്ല അടിപൊളി ഗോൾഡ് കളറിലുള്ള ഒരു സ്റ്റൈലിലുള്ള കാർഡാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കാർഡ്. കണ്ടോ, ബാക്ക് സൈഡ് കണ്ടോ. അപ്പോൾ ഇതാണ് കാർഡ്. ഈ കാർഡ് അത്യാവശ്യം നല്ല കണ്ടോ, ഫിനിഷിങ് നോക്കും. അപ്പോൾ ഇതാണ് കാർഡ്. ഇത് അത്യാവശ്യം ഓഫറുകളൊക്കെ ഉള്ള കാർഡാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. പക്ഷേ കൃത്യമായിട്ട് ഇൻകമോ മറ്റേ സാലറി സ്റ്റേറ്റ്മെൻറ്റോ ഇല്ലാത്ത ആളുകൾക്ക് ഇത് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാർഡ് കൂടിയാണ്. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് എപ്പോഴും നല്ല രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത്രയും നല്ലൊരു ടൂള് വേറെ ഇല്ല. പക്ഷേ ആ ക്രെഡിറ്റ് കാർഡ് നമ്മൾ തെറ്റായ രീതിയിൽ ഉപയോഗിക്കുക, കൂടുതൽ പർച്ചേസ് ചെയ്യുക, അത് കൃത്യമായി പേയ്മെൻറ്റ് ചെയ്യാതിരിക്കുക എന്നൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു ഡേഞ്ചർ, അതേമാതിരി നമ്മുടെ തലയിൽ വേറെ വീഴാനില്ല. അത്രയും അപകടകരമായൊരു സാധനമാണ് ക്രെഡിറ്റ് കാർഡ്സ്. ഏതായാലും ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.
താങ്ക് യു. ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.